നുണക്കുഴി വിടരുന്ന കവിളിൽ, നുണക്കുഴി ചന്തമുള്ള കവിളിൽ കാമവും പ്രണയവും ഒക്കെ മലയാള പ്രേക്ഷകർക്ക് പകർന്നു തന്ന ഒരു നടിയുണ്ടായിരുന്നു ഒരു കാലത്ത്. 70കളുടെ അവസാനം മലയാള സിനിമയിലേക്ക് കടന്നു വന്ന കനകദുർഗ. കനകദുർഗ ജനിച്ചത് ആന്ധ്രാപ്രദേശിൽ. കനകദുർഗ കുറച്ച് തെലുങ്ക് സിനിമയിലൊക്കെ മുഖം കാട്ടിയെങ്കിലും മലയാളമാണ് അവരെ സ്വീകരിച്ചത്. ഹൃദയത്തോട് ചേർത്ത് ആ നടിയെ മലയാളം സ്വീകരിച്ചു. അന്നത്തെ യുവാക്കളുടെ ഹരം കൂടിയായി കനകദുർഗ മാറി. അവർ ആദ്യമായി മലയാള സിനിമയിൽ എത്തുന്നത് നൃത്തശാല എന്ന ചിത്രത്തിൽ. അതിനുശേഷം PN മേനോൻ സംവിധാനം ചെയ്ത മഴക്കാറ് എന്ന ചിത്രം കനകദുർഗയ്ക്ക് ടേണിംഗ് പോയിന്റായി മാറി. മഴക്കാറ് വിവേകാനന്ദന്റെ നോവലിനെ ആസ്പദമാക്കി PN മേനോൻ ഒരുക്കിയ ചിത്രമായിരുന്നു. മധു ആയിരുന്നു ഈ ചിത്രത്തിലെ നായകൻ. മഴക്കാറ് കലാപരമായും കച്ചവടപരമായും ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു. മഴക്കാറിലെ ഒരു രംഗത്തിൽ അർദ്ധനഗ്നയായി കനകദുർഗ മധുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അർദ്ധനഗ്നയാകാൻ മടിച്ചില്ല കനകദുർഗ. കഥാപാത്രത്തിന് അനിവാര്യമാണെങ്കിൽ നഗ്നയാകാനും അവർ മടിക്കില്ലായിരുന്നു. മഴക്കാറിന് ശേഷം അവർ അഭിനയിച്ച അടുത്ത ചിത്രം നെല്ലാണ്. രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത നെല്ല്. P. വത്സലയുടെ നെല്ല് എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ആ ചിത്രം രാമു കാര്യാട്ട് സംവിധാനം ചെയ്തത്. പ്രേം നസീർ രാഘവൻ എന്ന വ്യത്യസ്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം. അതിലെ കുറുമാട്ടി പെണ്ണായി കനകദുർഗ തകർത്ത് അഭിനയിച്ചു. കാമവും പ്രണയവും ഒക്കെ വഴിഞ്ഞൊഴുകുന്ന കുറുമാട്ടിപ്പെണ്ണ്, ആദിവാസിയായ കുറുമാട്ടിപ്പെണ്ണ്. പ്രണയവും കാമവും ഒക്കെ വഴിഞ്ഞൊഴുകുമ്പോഴും അത് കിട്ടിയില്ലെങ്കിൽ പ്രതികാരദാഹിയാകുന്ന കുറുമാട്ടിപ്പെണ്ണ്. വലിയ വിജയമാകുമെന്ന് പ്രതീക്ഷിച്ച ചിത്രമായിരുന്നു നെല്ല്. എന്നാൽ അക്കാലത്ത് നെല്ല് പോലെയുള്ള ഒരു ന്യൂജൻ സിനിമയെ, ഇപ്പോഴത്തെ ന്യൂജൻ സിനിമാക്കാർ നെല്ലെന്ന് കാണണം, രാമുകാരായിട്ട് അന്ന് അത് ചെയ്തു വെച്ചു. നെല്ല് പോലെ ഒരു ന്യൂജൻ സിനിമയെ സ്വീകരിക്കാനെന്ന് മലയാളികൾക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അത് ചെമ്മീൻ പോലെ വലിയൊരു ഹിറ്റായി മാറിയില്ല. രാമു കാര്യാട്ടിൻ്റെ ചെമ്മീൻ മെഗാ ഹിറ്റായിരുന്നു. പക്ഷേ നെല്ലിൽ പ്രേം നസീറിൻ്റെ പ്രതാപകാലത്ത് പ്രേം നസീർ അഭിനയിച്ചിട്ടും പ്രേം നസീർ വ്യത്യസ്തമായ വേഷം ചെയ്തിട്ടും അത് ഹിറ്റായില്ല. പക്ഷേ കനകദുർഗയുടെ കഥാപാത്രം ഇന്നും നെല്ല് കാണുന്നവർ ഓർക്കുന്നുണ്ടാകും. എനിക്ക് മുമ്പുള്ള തലമുറ. ഏതോ ഒരു സ്വപ്നം, അതിലെ പ്രൊഫസർ സാവിത്രി അസാധ്യമായൊരു വേഷമായിരുന്നു. പ്രണയവും കാമവും വിരഹവും ഒക്കെ ഇടകലർന്നു നിൽക്കുന്ന പ്രൊഫസർ സാവിത്രിയുടെ വേഷം അസാധ്യമാക്കി കനകദുർഗ. ഏതോ ഒരു സ്വപ്നം സംവിധാനം ചെയ്തത് ശ്രീകുമാരൻ തമ്പിയാണ്. ആ ചിത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അനശ്വര നടൻ ജയന് അഭിനയിക്കാൻ അറിയാമെന്ന് അദ്ദേഹം തെളിയിച്ച ചിത്രമാണ്. അതിൽ VV സോമി എന്നൊരു കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. പടം വലിയ സെൻസേഷണൽ ഹിറ്റായി മാറി. കാരണം ചില കുടുംബങ്ങളുടെ അന്തഃഛിദ്രങ്ങൾ വെളിവാക്കുന്ന ഒരു ചിത്രമായിരുന്നു അത്. അതിനുശേഷം വാടകയ്ക്കൊരു ഹൃദയം എന്ന ചിത്രം, അതിലെ മാലിനി എന്ന കഥാപാത്രം, അത് കനകദുർഗ അനശ്വരമാക്കി മാറ്റി. മരുപ്പച്ചയിലെ ദുർഗ എന്ന കഥാപാത്രം, അതും കനകദുർഗയുടെ അനശ്വര കഥാപാത്രമായി മാറി. ചെറിയ വേഷമാണെങ്കിൽ പോലും കനകദുർഗയ്ക്ക് അത് അഭിനയിച്ച് ഫലിപ്പിച്ച് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടാനുള്ള വല്ലാത്തൊരു ചാരുത ഉണ്ടായിരുന്നു. ഉദാഹരണം ലിസ എന്ന സിനിമയിലെ ഹോസ്റ്റൽ വാർഡൻ. കുറച്ച് സമയങ്ങളിൽ മാത്രമേ അവർ ആ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. പക്ഷേ ആ ചിത്രം ഉടനീളം കനകദുർഗ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഛായാഗ്രാഹകൻ ഹേമചന്ദ്രനെ വിവാഹം ചെയ്ത് സിനിമയുടെ കായികമായ ലോകത്ത് നിന്ന് മടങ്ങിപ്പോയി കനകദുർഗ. ഹേമചന്ദ്രൻ കനകദുർഗ ദമ്പതികൾക്ക് ഒരു മകൾ മാനസ. ബിഗ് ബിയിലൂടെ മാനസ നല്ല ഒരു അരങ്ങേറ്റം നടത്തി. പക്ഷേ മാനസയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. തമിഴ്നാടൻ വിക്രാന്തിനെ വിവാഹം കഴിച്ച് അവരും അഭിനയ ജീവിതത്തിൽ നിന്ന് വേർപിരിഞ്ഞു. കനകദുർഗയെക്കുറിച്ച് ഒരു കാലത്ത് മദ്രാസിലെ നാനാ സിനിമയിലെ ലേഖകനായിരുന്ന മധു വൈപ്പൻ സാർ 5-6 ദിവസമായി മരണമടഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, കനകദുർഗ സിനിമയിൽ അഭിനയിക്കാനെത്തുമ്പോൾ ആദ്യമായി ഈ സിനിമാ വാരികകളിൽ അഭിമുഖം കൊടുക്കണമല്ലോ.
അങ്ങനെ മധു വൈപ്പന സാറിനെ പരിചയപ്പെട്ടു. സാറ് നോക്കുമ്പോൾ കനകദുർഗയ്ക്ക് മലയാള സിനിമയിൽ അഭിനയിക്കാൻ വേണ്ട, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ട വലിയ സൗന്ദര്യമൊന്നുമില്ല. പക്ഷേ സാറ് ശ്രദ്ധിച്ചത് അവരുടെ നുണക്കുഴി കവിളുകളായിരുന്നു. മറ്റൊന്ന് അവരുടെ കണ്ണുകളായിരുന്നു. കണ്ണുകളും നുണക്കുഴിയും കൊണ്ട് കനകദുർഗ അഭിനയത്തിൻ്റെ സോപാനങ്ങൾ കയറുമെന്ന് സാറ് പ്രതീക്ഷിക്കുകയും സാറിൻ്റെ പ്രതീക്ഷ തെറ്റാതിരിക്കുകയും ചെയ്തു. പക്ഷേ കനകദുർഗയ്ക്ക് കിട്ടിയതെല്ലാം മാതക വേഷങ്ങളായിരുന്നു എന്നുള്ളത് അവരുടെ വലിയൊരു തിരിച്ചടിയാണ്. നല്ല വേഷങ്ങൾ ലഭിച്ചില്ല. ഈ ഏതോ ഒരു സ്വപ്നത്തിലെ പ്രൊഫസർ സാവിത്രിയെ പോലെ വ്യത്യസ്തമായ ഒരു വേഷം അവർക്ക് ലഭിച്ചില്ല. മാത്രമല്ല, അങ്ങനെ വ്യത്യസ്തമായ വേഷം ലഭിക്കാൻ വേണ്ടി അവർ ആഗ്രഹിച്ച് നടന്നതുമില്ല. അവർക്കെപ്പോഴും സാമ്പത്തിക ലാഭം കിട്ടുന്ന ചിത്രങ്ങളിൽ അഭിനയിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ തനിക്ക് സംസ്ഥാന അവാർഡ് വേണമെന്നോ തനിക്ക് ദേശീയ അവാർഡ് വേണമെന്നോ താൻ കൊടികെട്ടിയ നടിയായി മാറണമെന്നോ ഒന്നും കനകദുർഗയ്ക്ക് താല്പര്യമില്ലായിരുന്നു. ഹേമേന്ദ്രനുമായി കനകദുർഗയുടെ പ്രണയം ഒരു കാലത്ത് വളരെ ഒരുപാട് ഗോസിപ്പുകൾക്ക് ഇടയാക്കി. എന്തായാലും ആ പ്രണയം യാഥാർത്ഥ്യമാണെന്ന് ഇരുവരും സമ്മതിക്കുകയും ചെയ്തു അവരുടെ വിവാഹത്തിലൂടെ. കനകദുർഗ ഇന്നുമുണ്ട്, ജീവിച്ചിരിപ്പുണ്ട് ആന്ധ്രാപ്രദേശിൽ. അവർക്ക് ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനാകും. അവർ അവസാനം അഭിനയിച്ച ചിത്രങ്ങളിലൊന്ന് സൂത്രധാരനാണ്. ഈ സൂത്രധാരനിലെ ഭാരതി അക്ക എന്ന് പറഞ്ഞൊരു കഥാപാത്രം ലോകദാസ് അവർക്ക് വേണ്ടി മാത്രം എഴുതിയ ഒരു കഥാപാത്രമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് അസാധ്യമായി അവർ അഭിനയിച്ച് ഫലിപ്പിച്ചു. ന്യൂജൻ സിനിമയുടെ കാലത്ത് കനകദുർഗയ്ക്ക് ഒരുപാട് ചാൻസുകളുണ്ട്, ഒരുപാട് ഇടങ്ങളുണ്ട്. പക്ഷേ തീരുമാനിക്കേണ്ടത് നമ്മുടെ നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെയാണ്. മകൾ മാനസയെ സിനിമാ നടിയാക്കാൻ അവർ ഒരുപാട് ആഗ്രഹിച്ചു. മമ്മൂട്ടി ചിത്രമായ ബിഗ് ബിയിലൂടെ മാനസയ്ക്ക് നല്ലൊരു തുടക്കവും ലഭിച്ചു. പക്ഷെ ആ കുട്ടിക്കും മുന്നോട്ട് പോകാൻ പറ്റിയില്ല. കനകദുർഗ ഭർത്താവ് മരിച്ച ശേഷം ഏകാന്ത ജീവിതം നയിക്കുകയായിരുന്നു. പിന്നീട് പതിയെ പല സീരിയലുകളിലും അവരെ കണ്ടു. തെലുങ്ക് സീരിയലുകളിലൊക്കെ ഞാൻ അവരെ കണ്ടു. പക്ഷേ ഈ തെലുങ്ക് സീരിയലുകളിൽ ഒക്കെ അവരെ കാണുമ്പോൾ ഈ പ്രേക്ഷകർക്കറിയില്ല, ഒരു കാലത്ത് മലയാളത്തെ നിയന്ത്രിച്ച സൂപ്പർ നടിയായിരുന്നു കനകദുർഗ. കനകദുർഗ ഒരു കാലത്ത് മലയാളത്തെ വിഭ്രമിപ്പിച്ച നടിയായിരുന്നു. അത് പലർക്കും അറിയില്ല. കനകദുർഗ മഴക്കാറിൽ അഭിനയിക്കുമ്പോൾ PN മേനോൻ പിന്നീട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് ഓളവും തീരവും എന്ന് പറഞ്ഞൊരു ആത്മകഥയുണ്ട്. സിനിമാ മംഗളം ആഴ്ചപ്പതിപ്പിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. അതിൽ അർദ്ധനഗ്നയായി അഭിനയിക്കണം എന്ന് PN മേനോൻ പറഞ്ഞപ്പോൾ അതിനെന്താ സാറേ, ഒരു കുഴപ്പമില്ല, കഥാപാത്രം ആവശ്യപ്പെട്ടിട്ടല്ലേ, ഞാനല്ലോ അർദ്ധനഗ്നയായി അഭിനയിക്കുന്നത്, കഥാപാത്രമല്ലേ എന്ന് ചോദിച്ച പ്രതിഭയായിരുന്നു, തൻ്റേടിയായിരുന്നു കനകദുർഗ. അതാണ് കനകദുർഗയുടെ പ്രത്യേകത. ഇപ്പോഴും കനകദുർഗയ്ക്ക് മലയാള സിനിമയിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വിളിക്കേണ്ടത് നമ്മളല്ല, സംവിധായകരും തിരക്കഥാകൃത്തുക്കളും നിർമ്മാതാക്കളും ഒക്കെയാണ്. കനകദുർഗയ്ക്ക് ഇനിയും മലയാള സിനിമയിൽ ഇടം നേടാൻ അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കനകദുർഗയുടെ സ്റ്റോറി ഞാനിവിടെ ചെറിയ വാക്കുകളാൽ കുറഞ്ഞ സമയത്താൽ പറഞ്ഞു തീർക്കും.